ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാഷ്ട്രപതിയെ കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കഴിഞ്ഞ എക്സാംസിലൊക്കെ രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, സോ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്നത് നോക്കാം. യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്നിവർ ഉൾപ്പെടുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിയൻ എക്സിക്യൂട്ടീവിൽ ആരൊക്കെയുണ്ട്? രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രി, മന്ത്രിസഭ, അതുപോലെ തന്നെ ഇന്ത്യയുടെ അറ്റോർണി ജനറലും കൂടിയും ഉള്ളതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ആൻഡ് യൂണിയൻ എക്സിക്യൂട്ടീവ് നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 5 ആർട്ടിക്കിൾസ് 52 മുതൽ 78 വരെയാണ് പറയുന്നത്. ഓക്കെ, 52 മുതൽ 78 വരെ ഈ ഓരോരുത്തരെ പറ്റിയിട്ടും രാഷ്ട്രപതിയെ കുറിച്ചിട്ടോ ഉപരാഷ്ട്രപതിയെ കുറിച്ചോ അങ്ങനെ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇനി നമ്മൾ രാഷ്ട്രപതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 52 ഇന്ത്യക്കൊരു രാഷ്ട്രപതി വേണം, അതായത് രാജ്യത്തിന് ഒരു രാഷ്ട്രപതി വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ 52. രാഷ്ട്രപതിയെ നമ്മൾക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രതലവൻ എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ ആദ്യത്തെ പൗരൻ എന്നറിയപ്പെടുന്നതും എല്ലാം തന്നെ നമ്മളുടെ രാഷ്ട്രപതിയാണ്. രാജ്യത്തിന്റെ ഐക്യം, സമഗ്രത, ഐക്യദാർഢ്യം എന്നിവയുടെ പ്രതീകമായിട്ട് പ്രവർത്തിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി രാഷ്ട്രപതിയെ പറഞ്ഞ സമയത്ത് ഇനിയിപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ 54. ടോട്ടൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം ഞാൻ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോന്നുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഞാൻ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? അത് 54. ആൻഡ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഓക്കെ, നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ NCERTയിൽ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഇതിന് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് അതിനൊരു ഇലക്ടറൽ കോളേജ് ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. ആൻഡ് ആരൊക്കെയാണ് ഈ ഒരു ഇലക്ട്രൽ കോളേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? പാർലമെന്റിലെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത സാധനം നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്തിരിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. കാരണം പല രീതിയിലും അവിടേക്ക് നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ വരാറുണ്ട്. പക്ഷേ ഈ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളൊന്നും തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല. ഓക്കെ, അപ്പം പാർലമെന്റിന്റെ ഇരുസഭ, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ, സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഇവരെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് നമ്മളുടെ ഇലക്ട്രൽ കോളേജിൽ. ഓക്കെ, ആൻഡ് പാർലമെന്റിലെ ഇരുസഭകളിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ, അതുപോലെ സംസ്ഥാന നിയമസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളതാണെങ്കിൽ അതിലെ അംഗങ്ങൾ. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ടോട്ടൽ അംഗങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ല. ഓക്കെ, അവിടെ നോമിനേറ്റഡ് എന്നോ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടതെന്നോ ഡിഫറൻസ് ഒന്നുമില്ല. അതിൽ ഒരു അംഗങ്ങളും ഇവിടെ പങ്കെടുക്കുന്നില്ല. അതുപോലെ ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ ഇവരൊന്നും തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല. ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ആരൊക്കെ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയുള്ള ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം ഉപയോഗിച്ചാണ്. ഓക്കെ, എന്താണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ പറയാം? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഈ ഒരു സംവിധാനത്തിലാണ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കേവല ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കുന്നുണ്ടത് ഈ ഒരു സംവിധാനം, അതായത് ഈ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം ഉറപ്പുവരുത്തുന്നു. രാഷ്ട്രപതി പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു നിശ്ചിത കോട്ട വോട്ടുകൾ ലഭ്യമായിട്ടുണ്ടാകണം. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടും കാര്യങ്ങളും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം എടുക്കുന്നത് അത് എപ്പോഴും സുപ്രീം കോടതിയായിരിക്കും. ഓക്കെ, എന്താണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും തർക്കങ്ങളുടെയും അന്വേഷണവും അതുപോലെ തന്നെ അതിലൊരു തീരുമാനം എടുക്കുന്നതും ഒക്കെ തന്നെ എന്താണ്? സുപ്രീം കോടതിയാണ്. ഇനി ഇൻ കേസ് ഒരു ഇലക്ട്രൽ കോളേജിൽ ഫുൾ ആയിട്ടുള്ള അംഗങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുക, അതായത് ഏതെങ്കിലും ഒരു നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങളിൽ എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ അത് പക്ഷേ ഈ ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ബാധിക്കാറില്ല. അങ്ങനെ ഒരു അപൂർണത ഉണ്ട് എന്നതിന് പേരിൽ നമുക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളെ, ആ ഒരു വിജയിച്ച ആളെ നമുക്ക് ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാനോ കാര്യം ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇൻ കേസ് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും കാരണം സുപ്രീം കോടതി റദ്ദാക്കുകയാണെങ്കിൽ ഈ റദ്ദാക്കുന്നതിന് മുൻപ് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ആക്ടുകളോ ലോസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിനൊപ്പം നിഷേധിക്കപ്പെടുക അല്ലെങ്കിൽ റദ്ദാക്കപ്പെടുന്നില്ല. ആ ആക്ടുകളും ലോസും അവിടെ എക്സിസ്റ്റ് ചെയ്യും, ഈവൻ ദോ ആ ഒരു രാഷ്ട്രപതിയുടെ ആ സ്ഥാനം പോയാലും. അടുത്തത് നമ്മൾ നോക്കുന്നത് രാഷ്ട്രപതി ആകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നതാണ്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 58 ഓക്കെ, ആർട്ടിക്കിൾ 58 പറയുന്നത് എന്തൊക്കെ പറയുന്നുണ്ട്? രാഷ്ട്രപതി ആവാനുള്ള വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം പ്രൈമറിലി ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ രാഷ്ട്രപതി ആകാനുള്ള ഏറ്റവും മിനിമം പ്രായം എന്ന് പറയുന്നത് അത് 35 വയസ്സാണ്.
ആണ് ആൻഡ് 35 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാളായിരിക്കണം. ആൻഡ് അതുപോലെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ലോക്സഭാംഗമാകാൻ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. ആൻഡ് ഇത് ലോക്സഭയുടെ പകരം രാജ്യസഭ എന്ന രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. സോ ഇത് ഉറപ്പിച്ച് വെക്കുക, ലോക്സഭാംഗമാകാൻ തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരാളായിരിക്കണം. ഗവൺമെന്റിന്റെ പ്രതിഫലം പറ്റുന്ന ഔദ്യോഗിക പദവികൾ വഹിക്കാൻ ഇദ്ദേഹം പാടില്ല. ഓക്കെ, പ്രതിഫലം പറ്റുന്ന പദവികളിലൊന്നും വഹിക്കുന്ന ഒരാളായിരിക്കരുത് ഈ ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്, ഗവർണർ ആവാം, യൂണിയൻ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ ഏതെങ്കിലും മന്ത്രി, ഇവരെല്ലാം നമ്മൾ അവരെ കുറിച്ചൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു ക്ലോസ് പറയുന്നുണ്ട്, ആരും ഒരു പ്രതിഫലം പറ്റുന്ന ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ആളായിരിക്കരുത് എന്നത് അവരുടെ യോഗ്യതയിൽ എടുത്തു പറയുന്ന കാര്യം. നമ്മൾ ഗവർണർ പഠിച്ച സമയത്ത് ഈ ഒരു യോഗ്യത എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, ഇങ്ങനെ ഔദ്യോഗിക പദവികളൊന്നും വഹിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ട്. കൂടാതെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് 50 പേർ നിർദ്ദേശകരായും 50 പേർ പിന്തുണക്കാരായിട്ടും ഇദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്താണ്, 50 പേർ ഈ ഒരു വ്യക്തിയെ നിർദ്ദേശിക്കണം, അതുപോലെ തന്നെ 50 പേര് പിന്തുണയ്ക്കാനും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇയാൾക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓരോ സ്ഥാനാർത്ഥിയും 15,000 രൂപ റിസർവ് ബാങ്കിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. ആൻഡ് ഇൻ കേസ് അദ്ദേഹം അതിൽ തോറ്റുപോവാണ്, അല്ലെങ്കിൽ പോൾ ചെയ്ത വോട്ടുകളുടെ 1/6 നേടാൻ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് അയാൾക്ക് 1/6, അതായത് 1/6 ഭാഗമെങ്കിലും വോട്ടുകൾ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കാം എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ജയിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒരു പൈസ തിരിച്ചു കിട്ടുള്ളൂ. അതാണ് നമ്മളുടെ എന്തിനെ കുറിച്ച് പറഞ്ഞത്, യോഗ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ആർട്ടിക്കിൾ 60 പറയുന്നത് സത്യപ്രതിജ്ഞയെ കുറിച്ചിട്ടാണ്. ഓക്കെ, ആരാണ് രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? അത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇൻ കേസ് അവൈലബിൾ അല്ലാത്ത ഒരു അവസരമാണെങ്കിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയായിരിക്കും ഈ ഒരു കർത്തവ്യം നിർവഹിക്കുന്നുണ്ടാവുക. ഇനി രാഷ്ട്രപതിയുടെ ഓഫീസിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിനുള്ള പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പാർലമെന്റിന്റെ ഒരു സഭയിലോ സംസ്ഥാന നിയമസഭയുടെ ഒരു സഭയിലോ അംഗമായിരിക്കരുത്. ഓക്കെ, എന്താണ്, പാർലമെന്റിന്റെ ഒരു സഭയിലോ അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലോ അദ്ദേഹം അംഗമാവാൻ വേണ്ടിയിട്ട് പാടില്ല. ഇൻ കേസ് ഇദ്ദേഹം രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഇതിലേതെങ്കിലും സഭകളിൽ അംഗമാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രപതിയായിട്ട് എന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു ആ തീയതി മുതൽ അദ്ദേഹത്തിന്റെ ആ ഒരു സീറ്റ് ഒഴിഞ്ഞതായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അതായത് സഭയിൽ അദ്ദേഹത്തിന്റെ സീറ്റ് ഒഴിഞ്ഞതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇനി പ്രതിഫലം പറ്റുന്ന പദവികളൊന്നും വഹിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാർലമെന്റ് നിർണ്ണയിക്കുന്ന വേതനങ്ങൾ, അലവൻസുകൾ, ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള അർഹത ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ശമ്പളത്തിലും അലവൻസിലും മാറ്റങ്ങൾ വരുത്താനോ കുറയ്ക്കാനോ ഉള്ള അധികാരം ഗവൺമെന്റിനോ പാർലമെന്റിനോ ഇല്ല. ഇനി ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ അനുവദനീയമല്ല. അദ്ദേഹം എന്തെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസോ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഒഫൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്ര കാലത്തോളം ഭരണത്തിലുണ്ടോ അത്രയും കാലത്തോളം അദ്ദേഹത്തിനെതിരായിട്ടൊരു നടപടി നമുക്ക് പറ്റില്ല. ഈ ആനുകൂല്യങ്ങൾ സെയിം തന്നെയാണ്, ഗവർണറുമായിട്ടുള്ളതിൽ സെയിം തന്നെയാണ് വരുന്നത്. ഇനി രാഷ്ട്രപതി ആ തസ്തികയിൽ സേവനം അനുഷ്ഠിക്കുന്ന കാലയളവിൽ വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പോലും ക്രിമിനൽ നടപടികൾ പാടില്ല. രാഷ്ട്രപതിയെ അറസ്റ്റ് ചെയ്യാനോ ജയിൽ ശിക്ഷ നൽകാനോ ഭരണഘടന അനുവദിക്കുന്നില്ല. എന്നാൽ രാഷ്ട്രപതിയുടെ സ്വകാര്യ പ്രവർത്തനങ്ങൾ കുറ്റകരമാണെങ്കിൽ 2 മാസം മുൻപ് നോട്ടീസ് നൽകിയിട്ട് നടപടി ആരംഭിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ക്ലോസ് വരുന്നുണ്ട്. ഇൻ കേസ് അദ്ദേഹത്തിന്റെ സ്വകാര്യ പേഴ്സണൽ എന്തെങ്കിലും രീതിയിലുള്ള കുറ്റങ്ങളാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 2 മാസം മുൻപ് നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ എന്തെങ്കിലും നടപടികൾ നമ്മൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി പ്രസിഡന്റിന്റെ കാലാവധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 56. ഓക്കെ, ആർട്ടിക്കിൾ 56ലാണ് ഔദ്യോഗിക കാലാവധിയെ കുറിച്ച് പറയുന്നത്. അത് 5 വർഷമാണ്. ആൻഡ് ഇദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും രാജിവെക്കാം. ആർക്കാണ് രാജിക്കത്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപരാഷ്ട്രപതിക്കാണ്. ഓക്കെ, ഉപരാഷ്ട്രപതിക്ക് രാജിക്കത്ത് അയച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹത്തിന് രാജിവെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഈ ഒരു പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന ഒരു നടപടിയെ നമ്മൾ എന്താണ് പറയുന്നത്? ഇംപീച്ച്മെന്റ് എന്നാണ് പറയുന്നത്. ഇംപീച്ച്മെന്റിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇംപീച്ച്മെന്റ് പ്രക്രിയയിലൂടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. 5 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റിലേക്ക് പുതിയൊരു വ്യക്തി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വരുന്നത് വരെ ഇദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള അധികാരമുണ്ട്. ആൻഡ് ഇദ്ദേഹത്തിന് റീ ഇലക്ഷനിലുള്ള അധികാരമുണ്ട്. അത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹത ഇദ്ദേഹത്തിനുണ്ട്. എത്ര തവണ വേണമെങ്കിലും ഇദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം. അതായത് രാഷ്ട്രപതിയായിട്ട് 1, 2, 3 എത്ര പ്രാവശ്യം വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു അധികാരം ഇന്ത്യയിലെ പ്രസിഡന്റിന് വരുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അമേരിക്കയുടെ ഇതിലേക്ക് 2
തവണയിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റില്ല. ഓക്കെ, അമേരിക്കൻ ഭരണഘടന പ്രകാരം അങ്ങനെയാണ്. 2-ൽ കൂടുതൽ തവണ ഒരാൾക്ക് രാഷ്ട്രപതിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ ഒബാമയുടെ കാര്യമൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും, 2 ടൈം കോൺസിക്യൂട്ടീവ് ആയിട്ട് അദ്ദേഹം വന്നു. പക്ഷെ 3-ാമത്തെ ടൈമിലായപ്പം അദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ട് തന്നെ അത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് റീ ഇലക്ഷൻ, അതായത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, അത് ആർട്ടിക്കിൾ 57 ആണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ആ ഒരു പ്രൊസീജിയറിന് നമ്മൾ പറയുന്നത് അതായത് ഇംപീച്ച്മെന്റ് എന്നാണ് പറയുന്നത്. ഇംപീച്ച്മെന്റിന്റെ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 61 ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റിനെ കുറിച്ചിട്ട് പറയുന്നത്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാരണം എന്ന് പറയുന്നത് അത് ഭരണഘടനാ ലംഘനമാണ്. അദ്ദേഹം ഭരണഘടനയുടെ എന്തെങ്കിലും ഭാഗങ്ങൾ, എന്തെങ്കിലും ഭരണഘടനയിൽ പറഞ്ഞിട്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ലംഘിച്ചതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. പക്ഷേ ഏറ്റവും ഫണ്ണി ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടനയുടെ ലംഘനം എന്ന പദത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നത് ഭരണഘടന നിർവചിക്കുന്നില്ല. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കുന്നത് ലോക്സഭയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇംപീച്ച്മെന്റ് നടപടികൾ എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, അതായത് ഒന്നെങ്കിൽ ലോക്സഭയിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ രാജ്യസഭയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നടുത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നതിൽ ഒരു കാര്യവും അവിടെ പറയുന്നില്ല. എന്താണ്, ഏത് സഭയിലും ഇത് ആരംഭിക്കാം. ഈ ചാർജുകൾ, അതായത് രാഷ്ട്രപതിക്കെതിരെയുള്ള ചാർജുകളെ സഭയിലെ 1/4 അംഗങ്ങൾ ഒപ്പിടുകയും 14 ദിവസത്തെ നോട്ടീസ് രാഷ്ട്രപതിക്ക് നൽകുകയും വേണം. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാർജുകൾ, ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ചാർജുകൾ 4/1 വിഭാഗം ആൾക്കാർ ഒപ്പിടുകയും വേണം. അതുപോലെ തന്നെ ഈ ഒരു ഇംപീച്ച്മെന്റ് നടപടികൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിനെ കുറിച്ചിട്ട് 14 ദിവസം മുന്നേ പ്രയർ നോട്ടീസ് രാഷ്ട്രപതിക്ക് നൽകുകയും വേണം. ഒരു സഭയിൽ ഇത് കൊണ്ടുവന്നു, അതിലെ 2/3 അംഗങ്ങൾ ഇതിനെ പാസ്സാക്കി വിടുകയാണെങ്കിൽ അത് നേരെ അടുത്ത സഭയിലേക്ക് പോകും, ഇതുപോലെ അന്വേഷണത്തിനും അതുപോലെ തന്നെ പാസ്സാക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, മറ്റേ സഭയും, അതായത് അടുത്ത സഭ ഏതാണോ ആ സഭയും ആരോപണങ്ങൾ നിലനിർത്തുകയും മൊത്തം അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷത്തോടെ ഈ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താവും, ആ ഒരു പ്രമേയം എന്നാണോ പാസ്സാക്കുന്നത് അന്ന് മുതൽ ഇദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ നിന്ന് നീക്കിയതായിട്ട് പ്രഖ്യാപിക്കും. ആദ്യം ചാർജ് സഭയിൽ 1/4 അംഗങ്ങൾ ഒപ്പിടണം. അതുപോലെ തന്നെ 14 ദിവസം മുന്നേ തന്നെ രാഷ്ട്രപതിക്ക് നോട്ടീസ് പോകണം. ഇനി ഒരു സഭയിൽ അത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോക്സഭയിൽ അത് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉള്ള 2/3 അംഗങ്ങൾ ഇതിനെ പാസ്സാക്കുകയും അത് നേരെ രാജ്യസഭയിലേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. രാജ്യസഭയിലും ഇതേ സാധനം തന്നെ 2/3 അംഗങ്ങൾ അവിടെയും ഈ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വെച്ചിട്ട് അത് അംഗീകരിക്കുകയാണെങ്കിൽ എന്നാണോ ഇവരും പാസ്സാക്കുന്നത്, 2 സഭയും പാസ്സാക്കിയത് എന്നാണോ ആ ഒരു ദിവസം മുതൽ ഇദ്ദേഹം ഇംപീച്ച്ഡായി, അതായത് ഇദ്ദേഹത്തിനെ നീക്കം ചെയ്തതായിട്ട് അവിടെ പ്രഖ്യാപിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളും ഉണ്ട്. പാർലമെന്റിന്റെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ഇംപീച്ച്മെന്റിൽ പങ്കെടുക്കാം. ഓക്കെ, എന്താണ് പാർലമെന്റിലുള്ള, സംസ്ഥാനത്തിൽ പറയുന്നില്ല, പാർലമെന്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് നമുക്കറിയാം, നാമനിർദ്ദേശം ചെയ്തവർ. പക്ഷേ അവർക്ക് ഇംപീച്ച്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ സംസ്ഥാന നിയമസഭയിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നു, അല്ലെ? തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാന നിയമസഭയിൽ നിന്നും ഡൽഹിയിൽ നിന്നും പുതുച്ചേരിയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപീച്ച്മെന്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, തിരിച്ച് പല രീതിയിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളുടെ ആ ഒരു കാര്യം പഠിച്ചു വയ്ക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് രാഷ്ട്രപതിയുടെ പോസ്റ്റിന്റെ വേക്കൻസി വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് വേക്കൻസി വരുന്നത്, എങ്ങനെയൊക്കെയാണ് വേക്കൻസി വരുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഓർത്തിരിക്കുക, 62 ഈ ഒരു ഓഫീസിനെ കുറിച്ചിട്ട് പറയുന്നത്, അതായത് ഒഴിവുകളെ കുറിച്ചിട്ട് പറയുന്നത്. പ്രസിഡന്റിന്റെ ആ ഒരു ഓഫീസ് ഒഴിഞ്ഞിരിക്കാനുള്ള മെയിനായിട്ടും 5 കാരണങ്ങളാണ് ഉള്ളത്. എങ്ങനെയൊക്കെയാണ് അവിടെ വേക്കൻസി വരുന്നത്? ഒന്നെന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ 5 വർഷ കാലയളവ് തീരുമ്പോൾ അപ്പം അവിടെ വേക്കൻസി വരും. ഇൻ കേസ് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടെങ്കിൽ വരും. ഇംപീച്ച്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരും. ഇൻ കേസ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വരും. അല്ലെങ്കിൽ ഇദ്ദേഹം പദവി വഹിക്കാൻ അയോഗ്യനാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും കാരണത്താൽ അസാധുവൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അപ്പോഴും അവിടെ പ്രസിഡന്റിന്റെ പോസ്റ്റിൽ വേക്കൻസി വരും. ഇത്രയും ഒരു 5 കാര്യങ്ങൾ വഴിയാണ് പ്രസിഡന്റ് പോസ്റ്റിൽ വേക്കൻസി വരുന്നത്. അപ്പം ഓരോന്നായിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇൻ കേസ് ഈ ഒരു 5 വർഷത്തിന്റെ കാലാവധി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5 വർഷം കാലാവധി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ കഴിയുന്നത് വരെ നിൽക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, അത് നികത്താനുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം എന്നത് ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായാൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് തന്റെ പിൻഗാമി ചുമതല ഏൽക്കുന്നത് വരെ പദവിയിൽ തുടരാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ കാലാവധി തീരുന്ന ഒരു ആസ്പെക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഈ ഒരു സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എന്താ പറയുക ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വരാനുള്ള യോഗ്യത ഇല്ല. ഓക്കെ, എന്താണ് കാലാവധി തീരുന്ന സമയത്ത് എന്താണ് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യത ഇല്ല. ഇൻ കേസ് അടുത്ത ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് അവിടെ ഒരു രാജിവെക്കലോ അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടലോ മരണമോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഒരു മരണം അല്ലെങ്കിൽ രാജി അല്ലെങ്കിൽ നീക്കം വന്നിട്ടുള്ളതിന്റെ 6 മാസത്തിനുള്ളിൽ ഒഴിവുകൾ നികത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. ഓക്കെ, എത്രയാണ് ഒരു കാലയളവ് പറഞ്ഞിട്ടുള്ളത്? 6 മാസത്തിനുള്ളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. ആൻഡ് പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് ചുമതലയേറ്റ തീയതി മുതൽ 5 വർഷത്തെ മുഴുവൻ കാലാവധിയും പദവിയിൽ തുടരും. ഓക്കെ, ആൻഡ് ഒരു പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് വരെ ഉപരാഷ്ട്രപതി അവിടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എന്തായി ഉപരാഷ്ട്രപതിക്ക് ആക്ടിംഗ് പ്രസിഡന്റിന്റെ റോൾ വരുന്നു. എപ്പം രാജിയോ നീക്കം ചെയ്യലോ മരണമോ വരികയാണെങ്കിൽ മാത്രമാണ് എന്ത് വരുന്നത്, ഉപരാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ആൻഡ് അടുത്ത ഒരു സിനാറിയോ എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണത്താൽ രാഷ്ട്രപതിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അസാന്നിധ്യം അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും അസാന്നിധ്യമോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇദ്ദേഹം തിരിച്ചു വരുന്നത് വരെ, അതായത് രാഷ്ട്രപതി തിരിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷനിലേക്ക് പോസ്റ്റിലേക്ക് തിരിച്ചു വരുന്നത് വരെ അവിടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കാനുള്ള അധികാരം ഉപരാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് അസാന്നിധ്യം, അസുഖം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ സിറ്റിംഗ് പ്രസിഡന്റിന് തന്റെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തപ്പോൾ രാഷ്ട്രപതി തന്റെ ഓഫീസ് പുനരാരംഭിക്കുന്നത് വരെ ഉപരാഷ്ട്രപതി ആ ഒരു ചുമതലകളെല്ലാം വഹിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 65 അതായത് വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വർത്തിക്കുന്നു എന്ന കാര്യം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 65. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ഇൻ കേസ് ഇപ്പം അവിടെ രാഷ്ട്രപതി ഇല്ല എന്നുള്ളൊരു കണ്ടീഷനിൽ എന്ത് വന്നു, രാജിയൊക്കെ ആണെങ്കിൽ അവിടെ ഉപരാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വരുന്നു. ഇൻ കേസ് അവിടെ ഉപരാഷ്ട്രപതിയും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അപ്പം എന്താ സംഭവിക്കുന്നത്? സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജ് രാഷ്ട്രപതിയായിട്ട് പ്രവർത്തിക്കുകയും രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും മുതിർന്ന ജഡ്ജ് രാഷ്ട്രപതിയായി പ്രവർത്തിക്കുകയോ പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റിന് എന്തൊക്കെ എലവൻസും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്, അതേ എലവൻസുകൾ ഇവർക്കും ലഭിക്കും. അടുത്ത നമ്മൾ നോക്കുന്നത് രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ അധികാരങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളത് ഈ ഒരു കാര്യം പല പ്രാവശ്യം എക്സാമിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് അധികാരങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതിൽ പെടാത്തത് ഏതാണ്, കാരണം ബാക്കിയുള്ള സാമ്പത്തികത്തൊന്നോ ഏതിൽ നിന്നെങ്കിലും ഒന്ന് എടുത്ത് ചോദിച്ചിട്ട് അതിൽ നിന്ന് ഓൺ റൺ ഔട്ട് പോലെ എടുക്കാനൊക്കെ ഉള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെ അധികാരങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്? എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, നിയമനിർമ്മാണ അധികാരങ്ങൾ, സാമ്പത്തിക അധികാരങ്ങൾ, ജുഡീഷ്യൽ അധികാരങ്ങൾ, നയതന്ത്ര അധികാരങ്ങൾ, സൈനിക അധികാരങ്ങൾ, അടിയന്തര അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ അധികാരങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇത്രയും അധികാരങ്ങളുടെ അപ്പം ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഗവൺമെന്റിലെ എല്ലാ എക്സിക്യൂട്ടീവ് നടപടികളും ഔപചാരികമായിട്ട് ഇദ്ദേഹത്തിന്റെ പേരിലാണ് നടക്കുന്നത്. അപ്പം എല്ലാം നടക്കുന്നത് എന്താണ്, മെയിൻ ആയിട്ടുള്ള ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേരിലാണ് നടക്കുന്നത്. ആൻഡ് ഇദ്ദേഹം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നു. ഓക്കെ, രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 74 പറയുന്ന എന്താണ്, രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ വേണം. ഈ ഒരു ആർട്ടിക്കിൾ പല പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആർട്ടിക്കിൾ 74 എന്താ പറയുന്നത്, രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഫലം നിർണ്ണയിക്കുന്നതും രാഷ്ട്രപതിയാണ്. ആൻഡ് അറ്റോർണി ജനറലിന് എത്ര കാലത്തോളം രാഷ്ട്രപതിക്ക് ഇഷ്ടമുണ്ടോ അത്രയും കാലത്ത്, അതായത് രാഷ്ട്രപതിക്ക് പ്രീതിയുള്ളിടത്തോളം കാലം ആ ഒരു പൊസിഷനിൽ ഇരിക്കാനുള്ള അധികാരം അറ്റോർണി ജനറലിന് ഉണ്ട്. അറ്റോർണി ജനറലിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 76. ഇനി ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതുപോലെ തന്നെ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ, സംസ്ഥാന ഗവർണർമാർ, ധനകാര്യ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും ഇവരെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യൂണിയന്റെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഏത് വിവരവും നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രിയിൽ നിന്നും തേടാൻ, അതായത് അദ്ദേഹത്തിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 78. ഇനി ഒരു മന്ത്രി തീരുമാനം എടുത്തിട്ടുള്ളതും പക്ഷേ കൗൺസിൽ ഇതുവരെ പരിഗണിക്കാത്തതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിക്ക് കഴിയും. ഇതേ കാര്യം നമ്മൾ ഗവർണറുടെ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു മന്ത്രി തീരുമാനമെടുത്തതും കൗൺസിൽ പരിഗണിക്കാത്തതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വീണ്ടും മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. അത് ഗവർണർ. ഓക്കെ, ഇത് രാഷ്ട്രപതി ആരോട് ആവശ്യപ്പെടും? പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും.
ഇനി പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന അന്തർ സംസ്ഥാന സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇദ്ദേഹം ആരംഭിക്കുന്ന ഒരു കൗൺസിലാണ് അന്തർ സംസ്ഥാന കൗൺസിൽ. അപ്പം അന്തർ സംസ്ഥാന കൗൺസിൽ ആരംഭിക്കുന്നതും പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷൻ നിയമിക്കുന്നതും എല്ലാം തന്നെ രാഷ്ട്രപതിയാണ്. ഇനി ഇദ്ദേഹം നിയമിക്കുന്ന ഭരണാധികാരികളാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെല്ലാം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഭരിക്കുന്നത്. ഓക്കെ, എന്താണ് നിയമിച്ച ഭരണാധികാരികൾ വഴി കേന്ദ്രഭരണ പ്രദേശങ്ങൾ അദ്ദേഹം നേരിട്ട് ഭരിക്കുന്നു. നിയമനിർമ്മാണ അധികാരങ്ങൾ ഏതൊക്കെയാണ്? പാർലമെന്റിനെ വിളിച്ചുകൂട്ടാനോ താൽക്കാലികമായി നിർത്തിവെക്കാനോ ലോക്സഭ പിരിച്ചുവിടാനുമുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 85 ആണ്. ഓക്കെ, പാർലമെന്റ് വിളിച്ചുകൂട്ടാൻ സമൺ ചെയ്യാനും താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനും ലോക്സഭ പിരിച്ചുവിടാനുമുള്ള അധികാരം ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, എന്താണ് പ്രസിഡന്റ് ആണ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്. പക്ഷെ അധ്യക്ഷം വഹിക്കുന്നത് അവിടെ ആരാണ്? അത് ലോക്സഭാ സ്പീക്കറാണ്. പഴയ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അടുത്തത് ആർട്ടിക്കിൾ 87 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓരോ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ സെഷനിൽ അഭിസംബോധന ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലാ വർഷവും നടക്കുന്ന ആദ്യത്തെ സമ്മേളനത്തിന് അഭിസംബോധന ചെയ്യുന്നതും അതെപ്പോഴും രാഷ്ട്രപതി ആയിരിക്കും എന്നത് പറയുന്നതാണ് ആർട്ടിക്കിൾ 87. ഇനി പാർലമെന്റിൽ തീർപ്പ് കൽപ്പിക്കാത്ത ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലെ സഭയിലേക്ക് സന്ദേശങ്ങൾ അയക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട്. ഇനി സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും ഓഫീസുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്, അവിടെ ഒരു വേക്കൻസി ഉള്ള സമയമാണെങ്കിൽ ലോക്സഭാ നടപടികൾക്കെല്ലാം അധ്യക്ഷം വഹിക്കാൻ വേണ്ടിയിട്ട് ആ ലോക്സഭയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ ഒരു ലോക്സഭാ സ്പീക്കറായിട്ടോ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടോ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ കേസ് തന്നെയാണ് നമ്മളുടെ രാജ്യസഭയിലേക്ക് വരുമ്പോഴും. അവിടെയും ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ഒന്നും ഇല്ലാത്തൊരു സമയമാണെങ്കിൽ രാജ്യസഭയിലെ ഏത് അംഗത്തെയും അതിന്റെ നടപടികൾക്ക് അധ്യക്ഷം വഹിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, ഇദ്ദേഹം സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹ്യ സേവനം എന്നീ മേഖലയിൽ നിന്ന് പ്രായോഗിക അറിവോ പരിചയമോ ഉള്ള വ്യക്തികളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യും. അങ്ങനെ ടോട്ടൽ 12 പേരെയാണ് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ആക്ച്വലി കുറച്ച് മുൻപ് വരെ എന്തായിരുന്നു, അദ്ദേഹം 14 പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 12 പേരെ രാജ്യസഭയിലേക്കും 2 പേരെ ലോക്സഭയിലേക്കും ഇദ്ദേഹം നോമിനേറ്റ് ചെയ്തിരുന്നു. ആ 2 പേര് ഏതായിരുന്നു? ആംഗ്ലോ ഇന്ത്യൻസ് ആയിരുന്നു. പക്ഷേ 104ാമതൊരു ഭേദഗതി വന്നതോട് കൂടിയിട്ട് നമുക്ക് ആംഗ്ലോ ഇന്ത്യൻസിനെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ആ ഒരു കാര്യം നമ്മൾ റദ്ദ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇപ്പം നിലവിൽ ഇദ്ദേഹം എത്ര പേരെയാണ് ടോട്ടലി രണ്ടും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഇദ്ദേഹം 12 പേരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതിൽ ഒരു 12 പേരും ഉള്ളത് രാജ്യസഭയിലാണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഇനി ആർട്ടിക്കിൾ 103 പറയുന്നത് എന്താണ്? പാർലമെന്റിലെ അംഗങ്ങളുടെ അയോഗ്യതകളെ കുറിച്ചുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടി ആലോചിച്ച് ഇദ്ദേഹമാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് അയോഗ്യതയെക്കുറിച്ച് ആരുമായിട്ടാണ് രാഷ്ട്രപതി കൺസൾട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടാണ് ഇദ്ദേഹം കൺസൾട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു NCERTയുടെ ചാപ്റ്ററുടെ വീഡിയോ, അത് ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. LDC കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതിൽ നിന്ന് പക്ക കോപ്പി പേസ്റ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇദ്ദേഹം ചില റിപ്പോർട്ടുകളൊക്കെ പാർലമെന്റിൽ വെക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ നിന്നുള്ള. അത് ആരുടെയൊക്കെ റിപ്പോർട്ടാണ് എന്ന് ഓർത്തിരിക്കണം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, UPSC, ധനകാര്യ കമ്മീഷൻ, ഇവരെല്ലാം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയാണ് പിന്നീട് അത് കൊണ്ടുപോയിട്ട് പാർലമെന്റിൽ വെക്കുന്നത്. ഓക്കെ, ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, ദാദ്ര നാഗർ ഹവേലി, ഡാമൻ ഡ്യൂ, ലഡാക്ക് എന്നിവിടങ്ങളിലെ സമാധാനം, പുരോഗതി, ഭരണം എന്നിവയ്ക്കുള്ള നിയന്ത്രണങ്ങളെല്ലാം കൊണ്ടുവരുന്നത് രാഷ്ട്രപതിയാണ്. ഇനി പാർലമെന്റിൽ ചിലതരം ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് മുൻകൂർ ശുപാർശയോ അനുവാദമോ ആവശ്യമാണ്. അതായത് രാഷ്ട്രപതിയുടെ അനുവാദത്തോടു കൂടി മാത്രം അല്ലെങ്കിൽ ശുപാർശയോട് കൂടി മാത്രം പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ചില ബില്ലുകളുണ്ട് പാർലമെന്റിൽ. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്ത്യയുടെ സഞ്ചിത നിധിയിൽ നിന്നും ചെലവ് ഉൾപ്പെടുന്ന ഒരു ബില്ല്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ അതിർത്തി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല്, അല്ലെങ്കിൽ ഒരു പുതിയ സംസ്ഥാനം സൃഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല്. ഈ 3 ബില്ലുകളാണെങ്കിലും ആദ്യം രാഷ്ട്രപതിയുടെ അനുവാദം ലഭിച്ചതിന് ശേഷം മാത്രമേ അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പാർലമെന്റിൽ പാസ്സാക്കി ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പാർലമെന്റിൽ നിന്ന് നെക്സ്റ്റ് പോകുന്നത് അത് രാഷ്ട്രപതിയുടെ കയ്യിലേക്കാണ്. രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ അതിന് അനുമതി കൊടുക്കാം, അല്ലെങ്കിൽ അതിന് അനുമതി നൽകാതിരിക്കാം, അല്ലെങ്കിൽ അതിനെ തിരിച്ചയക്കാം. പാർലമെന്റിന്റെ പുനർവിചിന്തനത്തിനായിട്ട് ഈ ഒരു ബില്ല് തിരിച്ചയക്കാൻ പറ്റും. പക്ഷേ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പാർലമെന്റ് വീണ്ടും ഇതെല്ലാം പാസ്സാക്കി ഭേദഗതികളോട് കൂടിയിട്ടോ അല്ലാതെയോ ഈ ബില്ല് വീണ്ടും പാസ്സാക്കിയിട്ട് രാഷ്ട്രപതിക്ക് വീണ്ടും അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് വേറൊരു വഴിയില്ല, രാഷ്ട്രപതിക്ക് അത് പാസ്സാക്കിയേ പറ്റൂ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത്? പാർലമെന്റ് ആണ്. ഇത് ഞാൻ വട്ടടാൻ കാരണം അടുത്ത നമ്മൾ പറയുന്നത് സംസ്ഥാന നിയമസഭയുടെ കാര്യമാണ്. ഓക്കെ, സംസ്ഥാന നിയമസഭയുടെ നമ്മൾ ഗവർണറെ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവർണർക്കും ഇതുപോലെ തന്നെ അനുമതി കൊടുക്കാനും
കൊടുക്കാനും അനുമതി കൊടുക്കാതിരിക്കാനും പുനർവിചിന്തനത്തിന് അയക്കാനും, അതുപോലെ അവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ നിർദ്ദേശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപദേശത്തിന് റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു അധികാരം കൂടി ഗവർണർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ബില്ലുണ്ടെങ്കിൽ അത് ആണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, സംസ്ഥാന നിയമസഭയിൽ നിന്നും രാഷ്ട്രപതിയുടെ അടുത്തേക്ക് വരുന്നത്. അത് അദ്ദേഹത്തിന് ഒന്നെങ്കിൽ അതിന് അനുമതി നൽകാം, അല്ലെങ്കിൽ അനുമതി നൽകാതിരിക്കാം, അല്ലെങ്കിൽ വീണ്ടും അത് തിരിച്ചയക്കാം. എന്തല്ലെങ്കിൽ ധനബില്ലല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അത് തിരിച്ചയക്കാം. ഇവിടെയും പറയുമ്പോഴും അത് പറയാനുള്ളതാണ്, പാർലമെന്റ് പുനർവിചിന്തനത്തിനായിട്ട് തിരിച്ചയക്കുന്ന ബില്ലെന്ന് പറയുന്നത് ധനബില്ലായിരിക്കും. ധനബില്ലാണെങ്കിൽ വേറെ ഓപ്ഷനൊന്നുമില്ല, രാഷ്ട്രപതിക്ക് അത് ഒപ്പിട്ടേ പറ്റുള്ളൂ. ധനബില്ലല്ലാത്ത ബില്ലുകളാണ് പാർലമെന്റ് തിരിച്ചയക്കുന്നത്. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ ധനബില്ല. ഓക്കെ, അപ്പം അതും കഴിഞ്ഞു. ഇനി സാമ്പത്തിക അധികാരങ്ങൾ എന്തൊക്കെയാണ്? ധനബില്ലുകൾ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പം ധനബിൽ അവതരിപ്പിക്കണമെങ്കിൽ ആദ്യമേ രാഷ്ട്രപതിയെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ വാർഷിക സാമ്പത്തിക പ്രസ്താവന അഥവാ ബജറ്റ് പാർലമെന്റിന് മുന്നിൽ വെക്കുന്നത് രാഷ്ട്രപതിയാണ്. ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? അത് 112 ഇനി ഇദ്ദേഹത്തിന്റെ ശുപാർശയില്ലാതെ ഒരു ഗ്രാൻഡും ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. പല ഗ്രാൻഡുകൾ ഉണ്ട് എന്നറിയാം. അദ്ദേഹത്തിന് ഗ്രാൻഡ് ഒക്കെ തന്നെ അനുവദിച്ചു കിട്ടണമെങ്കിൽ അവിടെ രാഷ്ട്രപതിയുടെ ശുപാർശ ആവശ്യമാണ്. ഇനി അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ചെലവുകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇന്ത്യയുടെ ആകസ്മിക നിന്നും അദ്ദേഹമാണ് അഡ്വാൻസ് എല്ലാം എടുത്തു കൊടുക്കുന്നത്. ഓക്കെ, ആകസ്മിക നിധി കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നും അഡ്വാൻസ് കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. ആൻഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഗവർണറാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓരോ 5 വർഷത്തിലും ഒരു ധനകാര്യ കമ്മീഷന് ആര് രൂപീകരിക്കുന്നുണ്ട്? പ്രസിഡന്റ് രൂപീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്താണെങ്കിൽ അത് ഗവർണർ രൂപീകരിക്കുന്നുണ്ട്. ഇനി ജുഡീഷ്യൽ അധികാരങ്ങൾ നോക്കുകയാണെങ്കിൽ ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ആർട്ടിക്കിൾ 143 എന്താ പറയുന്നത്? നമ്മളുടെ എന്തെങ്കിലും നിയമത്തിനെ കുറിച്ചിട്ടും അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഉപദേശം തേടാനുള്ള അധികാരം, സുപ്രീം കോടതിയോട് ഉപദേശം തേടാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. എടുത്തെടുത്ത് ചോദിക്കാറുള്ളതാണ്. നിയമത്തെക്കുറിച്ചോ വസ്തുതകളെക്കുറിച്ചോ ഉള്ള ഏത് കാര്യത്തിലും സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശം തേടാനുള്ള അധികാരത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. ഇനി ആർട്ടിക്കിൾ 72 അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 72 പറയുന്നത് പ്രസിഡന്റ് പൊതുമാപ്പ് നൽകുന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, പ്രസിഡന്റിന് എന്തെങ്കിലും കുറ്റം ചെയ്ത ആൾക്കൊക്കെ ശിക്ഷയിൽ മാപ്പ് നൽകാനോ ഇളവ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ശിക്ഷ കംപ്ലീറ്റ്ലി സസ്പെൻഡ് ചെയ്ത് കളയാനോ, ഇനി വധശിക്ഷ വിധിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ആ വധശിക്ഷ നിരോധിക്കാനോ ഉള്ള അധികാരം രാഷ്ട്രപതിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുള്ള അധികാരം കൊടുക്കുന്നത് ആർട്ടിക്കിൾ 72 വഴിയാണ്. അതുപോലെ തന്നെ മിലിറ്ററിയിൽ കോർട്ട് മാർഷലൊക്കെ നടന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും ആ ഒരു ഇത് ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഗവർണറെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവർണർക്ക് ആ ഒരു അധികാരമില്ല. വധശിക്ഷ നിരോധിക്കാനുള്ള അധികാരം ഗവർണർക്കില്ല. അതുപോലെ തന്നെ കോർട്ട് മാർഷൽ കേസുകളിൽ എന്തെങ്കിലും ഇതേപോലെ മാപ്പ് നൽകാനോ ഇളവ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ ഗവർണർക്ക് കൊടുക്കുന്നില്ല. ഇനി നയതന്ത്ര അധികാരങ്ങൾ അദ്ദേഹത്തിന് എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും രാഷ്ട്രപതിയുടെ പേരിലാണ് ഉണ്ടാവുന്നത്. അവയ്ക്ക് അംഗീകാരം കൊടുക്കുന്നത് പക്ഷേ പാർലമെന്റ് ആണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേരിലാണ് അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളൊക്കെ ഉള്ളത്, പക്ഷെ അംഗീകാരം കൊടുക്കുന്നത് ആരാണ്? അത് പാർലമെന്റ് ആണ്. ഇനി അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ എംബാസിഡേഴ്സ്, ഹൈ കമ്മീഷണേഴ്സ് ഇവരെല്ലാം നിയമിക്കുന്നതും അല്ലെങ്കിൽ ഇവരെയൊക്കെ പല രാജ്യങ്ങളിലേക്ക് വിടുന്നതും രാഷ്ട്രപതിയാണ്. ഇനി മിലിറ്ററി അധികാരങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് അത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ പാർലമെന്റിന്റെ അനുമതിയോട് കൂടിയിട്ട് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനും അതുപോലെ തന്നെ സമാധാന കരാറിൽ ഒപ്പിടാനും ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. ഓർക്ക എന്താണ്, പാർലമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം പ്രഖ്യാപിക്കാനും സമാധാന കരാറിലൊക്കെ ഒപ്പിടാനും ഇദ്ദേഹത്തിന് പറ്റുള്ളൂ. ഇനി അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയെ കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, ആർട്ടിക്കിൾസ് എപ്പോഴും എടുത്ത് ചോദിക്കുന്നതാണ്. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 പറഞ്ഞിരിക്കുന്നത്. ഇനി രാഷ്ട്രപതി ഭരണത്തിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 356 365 പറയുന്നുണ്ട്. 365 നിങ്ങൾക്ക് നോക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ പൊതുവെ 356 ആണല്ലോ പഠിക്കാറെന്ന്. അപ്പോൾ 365 പറയുന്നത് സ്റ്റേറ്റ് ഭരണഘടനയുമായിട്ട് കംപ്ലൈ ചെയ്യുന്നില്ല, ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലുള്ള എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 365 എന്ന് പറയുന്നത്. ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 360 പറഞ്ഞിട്ടുള്ളത്. ഒക്കെ +4 വെച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോന്നിലേക്കും കടക്കാം. ഓക്കെ, 352 +4 356 +4 360. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ വീറ്റോ അധികാരങ്ങളെ കുറിച്ച് നോക്കാം. വീറ്റോ അധികാരങ്ങളെ കുറിച്ച് പറയുന്നത് 111 ആണ്. ഓക്കെ, 111 ഇതിൽ നിന്ന് തന്നെ ഓർത്തിരിക്കാം, ഇദ്ദേഹത്തിന് 3 വീറ്റോ അധികാരങ്ങളാണ് ഉള്ളത്. ഓക്കെ, രാഷ്ട്രപതിക്കുള്ള
ഉള്ളത്? എത്ര അധികാരങ്ങളാണ്? 3 വീറ്റോ അധികാരങ്ങളാണുള്ളത്. ആബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ, അങ്ങനെ 3 നാലാമത്തെ ഒരാളും കൂടി ഉണ്ട്, ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷെ ആ ഒരു ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇവിടെ ഇല്ല. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ക്വാളിഫൈഡ് വീറ്റോ ഉള്ളത്. അമേരിക്കൻ പ്രസിഡന്റിനാണെങ്കിൽ അത് ക്വാളിഫൈഡ് വീറ്റോ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു 3 ഉള്ളൂ: ആബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. അപ്പോൾ ഓരോന്നും ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അബ്സല്യൂട്ട് വീറ്റോ എന്ന് പാർലമെന്റ് പാസ്സാക്കിയ ബില്ലിന് അനുമതി നൽകാതിരിക്കാനുള്ള പ്രസിഡന്റിന്റെ ആ ഒരു അധികാരം, അതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ എന്താവില്ല? ഒരു ബില്ലും ഒരു നിയമമായിട്ട് മാറില്ല. അതായത് അതവിടെ കഴിഞ്ഞു, അവിടെ ക്യാൻസലായി, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആബ്സല്യൂട്ട് വീറ്റോയിൽ. ആൻഡ് ഈ വീറ്റോ മെയിനായിട്ടും 2 കേസസിലാണ് വരുന്നത്. അതായത് സ്വകാര്യ അംഗങ്ങളുടെ ബില്ലുകൾ കൊണ്ടുവരികയാണ്, അതായത് മന്ത്രിമാരൊന്നും അല്ലാതെ പാർലമെന്റ് അംഗം ഒന്നും അല്ലാത്ത ഒരാൾ ഒരു ബില്ലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനത്തെ കേസിലാണ് ഒരു കേസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ആബ്സല്യൂട്ട് വീറ്റോ കൊണ്ടുവരാൻ പറ്റുന്നത്. അടുത്തൊരു കേസ് എന്ന് പറയുന്നത്, അതായത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, മന്ത്രിസഭ രാജിവെക്കുമ്പോഴുള്ള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ബില്ലുകൾ. ഏതെങ്കിലും ഒരു സർക്കാർ ഒരു ബില്ലൊക്കെ കൊണ്ടുവന്നു, പക്ഷേ പെട്ടെന്ന് ആ ഒരു മന്ത്രിസഭ രാജിവെച്ചപ്പോൾ ഡിസൊല്യൂഷൻ ഒക്കെ വന്നു പോവുകയാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന ബില്ല് ചിലപ്പം അടുത്തൊരു സർക്കാർ പറയും ഇതിന് അനുമതി കൊടുക്കണ്ട എന്നുള്ളത്. അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മളുടെ രാഷ്ട്രപതിക്ക് വീറ്റോ പവർ ഉപയോഗിക്കാം. ഇത് കൊണ്ടുവരണോ അല്ലയോ എന്നുള്ള ആബ്സല്യൂട്ട് വീറ്റോ യൂസ് ചെയ്യാനുള്ള അധികാരം ആ ഒരു കേസിൽ അവിടെ രാഷ്ട്രപതിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് സസ്പെൻസീവ് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ എന്നുള്ള വാക്ക് തന്നെ ഉണ്ട്, സസ്പെൻഡ് ചെയ്ത് വിടുക, അതായത് തിരിച്ചയക്കുക. അതാണ് നമ്മൾ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. അതായത് പാർലമെന്റിന്റെ പുനർവിചിന്തനത്തിനായിട്ട് ഒരു ബില്ല് തിരികെ നൽകുമ്പോഴാണ് രാഷ്ട്രപതി ഈ ഒരു വീറ്റോ പ്രയോഗിക്കുന്നത്. അതായത് സസ്പെൻഡ് ചെയ്ത് വിടുക, തിരികെ അയക്കുക. ഇനി ഭേദഗതികളോടെയോ അല്ലാതെയോ ബില്ല് പാർലമെന്റ് വീണ്ടും പാസ്സാക്കുകയും രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ചെയ്താൽ ബില്ലിന് രാഷ്ട്രപതി സമ്മതം നൽകേണ്ടത് നിർബന്ധമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഓർത്തിരിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മണി ബില്ലിന്റെ കാര്യത്തിലാണെങ്കിൽ എന്തും ചെയ്യാൻ പറ്റില്ല, പ്രസിഡന്റിന് വീറ്റോ അധികാരങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അത് പിടിച്ചു വെക്കാൻ, തടഞ്ഞു വെക്കാനും സമ്മതം കൊടുക്കാതിരിക്കാനൊക്കെ പറ്റും, പക്ഷെ ഇദ്ദേഹത്തിന് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അതായത് സസ്പെൻസ് വീറ്റോ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, തിരിച്ചയക്കാനുള്ള അധികാരം അവിടെ വരുന്നില്ല. ഇനി അടുത്തതാണ് പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ അങ്ങോട്ട് വെക്കാം, അതൊന്നും ചെയ്യുന്നില്ല, തടയുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല, അതങ്ങനെ പോക്കറ്റിൽ വെച്ചിരിക്കുക. അതിനാണ് നമ്മൾ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. രാഷ്ട്രപതി ബില്ല് അംഗീകരിക്കുകയോ നിരസിക്കുകയോ തിരികെ നൽകുകയോ ചെയ്യുന്നില്ല, മറിച്ച് അനിശ്ചിത കാലത്തേക്ക് ബില്ല് നിലനിർത്തുന്നതിനെയാണ് നമ്മൾ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. തന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ച ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ട സമയപരിധി ഭരണഘടന നിർദ്ദേശിക്കില്ല. എത്ര കാലത്തോളം ഇദ്ദേഹത്തിന് പോക്കറ്റ് വീറ്റോ ഉപയോഗിക്കാം എന്ന കാര്യം എന്തിൽ പറയുന്നില്ല, ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഇതേ കാര്യം ഓർത്തിരിക്കാൻ, ഭരണഘടനാ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ വീറ്റോ അധികാരം പറ്റില്ല. അതായത് ഇദ്ദേഹത്തിന് ഒന്നെങ്കിലും പാസ്സാക്കണം, തിരിച്ചയക്കണം, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ വെറുതെ പിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. 1971 24-ാം ഭരണഘടനാ ഭേദഗതി നിയമം ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി സമ്മതം നൽകുന്നത് നിർബന്ധമാക്കി. അതായത് രാഷ്ട്രപതി സമ്മതം നൽകിയേ പറ്റൂ ഭരണഘടനാ ഭേദഗതി ബില്ലിന് എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 24-ാം ഭരണഘടനാ ഭേദഗതി 1971 അടുത്തതാണ് ഓർഡിനൻസ്. നമുക്കറിയാം ഓടിക്കോ എന്ന് പറയില്ലേ, 1, 2, 3 ഓടിക്കോ. 1, 2, 3 ഓടിക്കോ എന്താണ്? പ്രസിഡന്റിന് ഓർഡിനൻസിനുള്ള അധികാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് ഒരു ഓർഡിനൻസ് വരുന്നത്? 2 സഭകളും നിലവിലില്ലാത്തൊരു സമയത്ത്, അതായത് പാർലമെന്റിൽ 2 സഭകളും ഇല്ല, അല്ലെങ്കിൽ ഒരു സഭ വർക്കിംഗ് അല്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. പാർലമെന്റ് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ മാത്രമേ രാഷ്ട്രപതി ഓർഡിനൻസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പാടുകയുള്ളൂ. ഒരു ഓർഡിനൻസ് പാർലമെന്റിലെ നിയമത്തിന് സമാനമായ ഭരണഘടനാപരമായിട്ടുള്ള പരിമിതികൾക്ക് വിധേയമാണ്. അതായത് ഏതെങ്കിലും ഒരു നിയമം പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു നിയമത്തിന് എന്തൊക്കെ തരത്തിലുള്ള എലവൻസസും ബെനിഫിറ്റ്സ് ഇല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ഓർഡിനൻസിനും ഉണ്ടാവുക. നിയമസഭ സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ ഓർഡിനൻസുകൾ അംഗീകരിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പുതിയൊരു നിയമസഭ വന്നു എന്ന് വിചാരിക്കില്ല, വന്നിട്ടുണ്ടെങ്കിൽ അത് വന്ന് 6 ആഴ്ചയ്ക്കുള്ളിൽ എന്ത് ചെയ്യണം, അവിടെ ഓർഡിനൻസ് അംഗീകരിച്ചിരിക്കണം. ഇനി ഒരു ഓർഡിനൻസിന്റെ സാധാരണ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. അതായത് ഒരു ഓർഡിനൻസ് വന്നു കഴിഞ്ഞാൽ അതിന് 6 മാസം വരെ കാലാവധിയുണ്ട്. പാർലമെന്റ് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പരിഗണിക്കാത്ത ഒരു ഓർഡിനൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് അത് 6 മാസം 6 ആഴ്ചയാണ്. 6 മാസം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫുൾ ടേം, ഒരു ഓർഡിനൻസിന്റെ ഫുൾ ടേം പ്ലസ് 6 ആഴ്ച എന്ന് പറഞ്ഞാൽ വന്നിട്ടും 6 ആഴ്ച വരെ ഇതൊന്നും ചെയ്തില്ല. നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു ഓർഡിനൻസിന്റെ സാധാരണ കാലാവധി, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് 6 മാസം 6 ആഴ്ച എന്ന് പറയുന്നത്. ഓർഡിനൻസ് എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിന് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടുള്ള രാഷ്ട്രപതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. ഇതൊന്ന് നന്നായിട്ട് നോക്കിയിരിക്കുക, പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന് മുൻപുള്ള നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.